എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാനിന്ന് തൃശ്ശൂരാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂര് എന്റെ കുറച്ച് ഫ്രണ്ട്സിനെ നിങ്ങളെ പരിചയപ്പെടുത്താനും അവരുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് വന്നിരിക്കുകയാണ്. വളർന്നു വരുന്നൊരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ബാൻഡാണ് എം ക്യൂബ് ടീം. ഇതാണ് നമ്മുടെ എം ക്യൂബ് ബാൻഡ്. എം ക്യൂബ് ബാൻഡിലെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ജിയോ. എനിക്ക് പേഴ്സണലി ഇതിനൊക്കെ അറിയാം, എന്നാലും നിങ്ങൾക്ക് വേണ്ടിട്ട് പരിചയപ്പെടുത്തണമല്ലോ. ഇതാണ് ജിയോ, ബാൻഡിന്റെ ഫ്രണ്ട്മാൻ, വോക്കലിസ്റ്റ്. ഇത് ഫേമസ് ഡ്രമ്മർ, അല്ല ഫേമസ് പേരാട്ടോ, മിഥുൻ എന്നാണ് പേര്. ഡ്രം മെഷീൻ. ഇത് റെമി, മെൽവിൻ, ജോ, ആകാശ്. ഒരാൾ മിസ്സിംഗ് ആണ്. ആദ്യം നമുക്ക് എം ക്യൂബ് എന്ന പേരിൽ നിന്ന് തുടങ്ങാം. ജിയോ ആണ് എം ക്യൂബിന്റെ ഫൗണ്ടർ, അല്ലെങ്കിൽ എം ക്യൂബിന്റെ സ്ഥാപകൻ. ഈ എം ക്യൂബ് എന്നുള്ള പേര് ഇടാനുള്ള കാരണം എന്താ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശരിക്കുള്ള കാരണം എന്റെ മൈൻഡിലേക്ക് വന്നത് ഒരുപാട് കാലം മുമ്പാണ്. എനിക്കൊരു ടീമായിട്ട് സെറ്റ് ആവണം. എന്റെ മനസ്സില് ഞാൻ കുറെ പേരുകൾ തന്നെ തപ്പി, ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരെണ്ണം എനിക്ക് അന്നത്തെ പണ്ടത്തെ ഇതിൽ ഇഷ്ടപ്പെട്ട് ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പേരായിരുന്നു എം ക്യൂബ്. അപ്പൊ അതിന് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നൊരു ഇതെന്താ വെച്ചാല് മൾട്ടി മ്യൂസിക് മെസ് എന്നുള്ളതായിരുന്നു എന്റെ ഒരു മൾട്ടി മ്യൂസിക് മെസ്. അങ്ങനെയായിരുന്നു എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു, അതിൽ നിന്നാണ് പേര് വന്നത്. അതാണ് അതിന്റെ ഒറിജിനൽ സംഭവം. അതിന്റെ മീനിങ് മൾട്ടി മ്യൂസിക് മെസ്സിന്റെ മീനിങ് പല മ്യൂസിക്കുകൾ കൊണ്ടാണ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഐഡിയ വന്നത്, അല്ലെങ്കിൽ തുടങ്ങിയത്? ബാൻഡ് എക്സാക്ട്ലി പറയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് ഈ ടീമായിട്ട് ഫോം ചെയ്തിട്ട് ഇപ്പൊ 4 വർഷമായി. 2016 നമ്മള് ഫോം ആയത്. പക്ഷെ അതിനു മുമ്പേ ഈ ആക്ച്വലി നെയിം നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഞാനും എന്റെ കൂടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിംഗർ കൂടി ഉണ്ടായിരുന്നു, സലീൽ എന്നാണ് പേര്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഷോസ് ചെയ്തിരുന്നപ്പോഴാണ് എനിക്ക് എന്നുള്ള ബ്രാൻഡിങ് യൂസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അവൻ അവന്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളും അതുപോലെ തന്നെ അവന്റെ കുറച്ച് ഐഡിയാസ് വേറെയാണ്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവന് കുറച്ചുകൂടി അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ വേറെ വേണമെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ സെപ്പറേറ്റ് ആയി. ഇപ്പൊ അവനൊരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ അതില് 6:30 PM എന്നാണ് അവന്റെ ബാൻഡിന്റെ. 6:30 PM ആണ് അവന്റെ ബാൻഡിന്റെ. അതെ, അതില് ഓൾറെഡി ഒരുപാട്. പക്ഷെ ഞങ്ങളിപ്പോഴും ഞങ്ങൾ അടിയായൊക്കെ കുറെ പേര്, ഒരു അടിയുമില്ല, അത് ഒബ്വിയസ്ലി ആൾക്കാർക്ക് അത് വരും. കാര്യം ഇത്ര 1-2 വർഷമല്ല, 7-8 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങളെപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ക്രൗഡ് റൂമിൽ ഞങ്ങൾ പോയി പെർഫോം ചെയ്യാറുണ്ട്. ഞാനും സലീലും ഞങ്ങൾ വിളിക്കാറുണ്ട്. സലീൽ ഞങ്ങളുടെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച്. അപ്പൊ എം ക്യൂബ് എന്ന ബാൻഡ് ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ബാൻഡ് ഉണ്ടോ? അല്ല, ബാൻഡിനെ ഫോളോ ചെയ്യുന്ന ഇൻസ്പിറേഷൻസ് ഉണ്ട്. നമ്മുടെ ഗിറ്റാറിസ്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പൊ ഒബ്വിയസ്ലി അബിൽ ബാൻഡ് അതുപോലെ അവരുടെ ടെസറാക്ട് കാണുന്നത് അങ്ങനെ ഇഷ്ടംപോലെ നമ്മളിപ്പോ ഒരു
പാട്ട് ചെയ്യുമ്പോ പാട്ടിനെ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇൻസ്പയർഡ് ആവും ഏതെങ്കിലും ഒരു സോങ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന സോങ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ഇൻസ്പയർഡ് ആയി റിലേറ്റഡ് ടു ആ ഒരു സൗണ്ടിലേക്ക് നമ്മൾ എത്തുക. എല്ലാവരും ഫുൾ ടൈം മ്യൂസീഷ്യൻസ് ആണോ അതോ വേറെ അപ്പാർട്ട് എന്തെങ്കിലും ജോബ് ഒന്നുമില്ല? ഈ ഫുൾ ടൈം മ്യൂസീഷ്യൻ എന്നുള്ളൊരു ഇതിലേക്ക് എത്തുമ്പോൾ വീട്ടുകാരുടെ റെസ്പോൺസ് എന്തായിരുന്നു? ആകാശം തുടങ്ങും. ആകാശം എനിക്കങ്ങനെ നല്ല സപ്പോർട്ടാ. അടുത്ത എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വൻ സപ്പോർട്ടായിരുന്നു. വൺ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൺസേൺസ് ഉണ്ടായിരുന്നു ഒബ്വിയസ്ലി. കോളേജ് ചെയ്യണം, അത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം, അപ്പൊ അതൊക്കെ ആയിരുന്നു മെയിൻ കൺസേൺ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. ജിയോ ജിയോടെ വീട്ടിലൊക്കെ ഷൂട്ട് ചെയ്യണം. വേണമെങ്കിൽ മമ്മിയോട് പപ്പയോടൊപ്പം ചോദിക്കാം. വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല. പെണ്ണാലോചിച്ച് തുടങ്ങിയപ്പോഴാണ് കുഴപ്പമില്ല. അതിന്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്നുണ്ട്. വീട്ടില് വേറെ ചെയ്യുന്നില്ല. യോ കൺസേൺസ് ഉണ്ട് അവർക്കും. പിന്നെന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര വറീഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര നാള് ഇത് ലാസ്റ്റ് ചെയ്യും എന്നുള്ളൊരു വലിയ പ്രശ്നം അവർക്കുണ്ട്. കാര്യം എന്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരിതൊരു ജോബ് 9 to 5 ജോബ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ അവര് അതുപോലെ നമ്മളെ പോലെ ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ പാഷനായിട്ട് ഫോളോ ചെയ്ത് വരണം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, സോ അതിൽ എനിക്ക് അതുവഴി ഇൻകം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അവർക്കുള്ള ഏറ്റവും മെയിൻ കൺസെപ്റ്റ് എത്ര നാൾ നീ ഇങ്ങനെ പോകും. അവര് പറയണത് നിനക്ക് വേണമെങ്കിൽ ഓക്കെ ഫൈൻ, നിന്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത്, പക്ഷെ നീ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു മ്യൂസിക് ഫീൽഡിൽ തന്നെ ഏതെങ്കിലും വേറെ നല്ലൊരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു ജോബ്, അതായത് ഇപ്പൊ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് സൈഡോ അല്ലെങ്കിൽ ഇപ്പോൾ റെക്കോർഡിംഗ് ആർട്ട് എന്തെങ്കിലും ആയിട്ട് ഒരു ജോബ് ചെയ്തിട്ട് അത് കൺഫേം ആക്കി ജോബ് കൈൻഡ് ഓഫ് ഒരു സാധനം, ഫിക്സഡ് ഇൻകം വരുന്ന ഒരു സംഭവമാണ്. വീട്ടില് എല്ലാം കുഴപ്പമൊന്നുമില്ല. വീട്ടില് പാരന്റ്സിന് അങ്ങനെ എതിർപ്പൊന്നുമില്ല, കുഴപ്പമില്ല, തെറ്റാണ്. റെമിന എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ഈ പറയുന്ന ജോബ് എന്നൊരു ഡൗട്ടായിരുന്നു. ഇതൊക്കെ ഒരു പ്രൊഫഷൻ ആക്കാൻ പറ്റുമെന്നുള്ള ഒരു ഡൗട്ടായിരുന്നു. എന്താ പറയുക, സൈഡായിട്ട് കൊണ്ടുപോയി ജോലി നോക്ക്. കാരണം അവർക്ക് ഇപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ മ്യൂസീഷ്യൻസിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു കരിയറിൽ കൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റും. എത്ര നാള് അതൊക്കെ നേരത്തെ ജോ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ സൈഡായിട്ട് ജോലി നോക്ക്. പറയുന്ന പോലെ നമ്മൾ ഒബ്വിയസ്ലി ഒരു ജോലി നോക്കി ഞാൻ കുറെ നാളെ മഹേഷ് പറഞ്ഞ പോലെ നടക്കുന്ന കേസ് ഉള്ളത്. സപ്പോർട്ടീവാണ് വീട്ടിൽ. പപ്പയും മമ്മിയും അനിയനും മ്യൂസീഷ്യനാണ്, സപ്പോർട്ടീവാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് വന്നപ്പോ അടുത്ത മിഥുൻ സപ്പോർട്ടുണ്ട്. വീട്ടിൽ സപ്പോർട്ടുണ്ട്. ചെറുപ്പം തൊട്ട് ലൈക് മ്യൂസിക് സീൻ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. ഇതിൽ നിൽക്കുമ്പോൾ തുടങ്ങിയപ്പോൾ സപ്പോർട്ടായി ശരിക്കും. തീർച്ചയായിട്ടും ജോബ് നോക്കണമെന്നുകൊണ്ട് അങ്ങനെ പുഷ് ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. നമ്മുടെ തലയിൽ അങ്ങനത്തെ തോട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. കാര്യം വർക്ക് ചെയ്തിപ്പോ ജോലി ചെയ്ത് 9 to 5 ജോലി ചെയ്ത് ഇപ്പൊ ആകാശം പറഞ്ഞാൽ അത് ഒരുപാട് പേരുണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു തോട്ട് ഇല്ല. ഇപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. കാര്യം ഓക്കെ ഫൈൻ, ഇപ്പൊ ഇൻകം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തിരിച്ച് അതിനകത്തോട്ട് പോയിട്ട് ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ കോഴ്സ് ജോലിയായിട്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്താലൊന്ന് ആലോചിക്കുന്നുണ്ട്. കാര്യം അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയിരുന്നു. നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈവ് ഷോസ് നമുക്ക് ഇൻകം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ആലോചിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. ഈ ബാലചേട്ടൻ്റെ ഒരു സ്റ്റേജില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇങ്ങനെ ആള് ഫസ്റ്റ് ടൈം മ്യൂസിക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് അതാ പറഞ്ഞു, ഒരു പണി ഇല്ലാണ്ട് പാട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ഉച്ച മനോഭാവത്തിൽ അല്ല ആൾക്കാരുണ്ട്. എന്റെ അടുത്ത് എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ വയ്ക്കാൻ ചെയ്ത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം എടുത്തിട്ടാണ് ഇത് ഇത്രയും വായിച്ച് ഏത് ഇൻസ്ട്രുമെന്റ് ആയാലും ഏത് മ്യൂസിക് ഫീൽഡാണെങ്കിലും കുറെ കാലം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഉറക്കം കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ലെസൺസ് നോക്കിയിട്ടോ നമുക്കൊരു കോളേജിൽ ഒരു കോഴ്സ് പഠിക്കുന്ന പോലെ തന്നെ പാഷൻ കൊണ്ട് പഠിക്കുന്ന സാധനമാണത്. ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റൂല്ലോ എന്നൊന്നും അറിയാണ്ട് നമ്മൾ പാഷൻ കൊണ്ട് പഠിക്കുന്നതാണ്. എല്ലാത്തിനും റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ പറഞ്ഞപ്പോ എനിക്ക് വേറെ പറയാൻ തോന്നി, ഒരു സോങ് ഉണ്ടാക്കുന്നത് 1 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഞാൻ പറഞ്ഞ ഫസ്റ്റ് അവരുടെ ആൽബം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 4 കൊല്ലം എടുത്തത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് കേൾക്കുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ ചിലപ്പോ നല്ല സമയം എടുക്കും. മെന്റലി സ്ട്രെയിൻ വരുന്ന പരിപാടിയാണ്. ഫിസിക്കലി ഇല്ലെങ്കിലും മെന്റലി നല്ല സ്ട്രെയിൻ വരുന്ന. ഫസ്റ്റ് ഷോ എന്തായിരുന്നു?
ഫുൾ ബാൻഡ് ആയിട്ടുള്ള ഈ ലൈനൊക്കെ ആണോ? ഇതാണോ? അതായത് ബിഫോർ ആകാശം പ്രശസ്തും ആകാശം പ്രശസ്തം പിന്നെ ഒന്ന് ബിഫോർ ആകാശം പ്രശസ്ത് കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. ഈ ലൈനപ്പിലാണോ? അപ്പൊ ഈ ലൈനപ്പിലാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന ഷോ ഒരു വെഡിങ് ഷോ ആയിരുന്നു. ലുലുവില് നമ്മളൊരു ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് വെഡിങ് ആയിരുന്നു അത്. അതായിരുന്നു ഫസ്റ്റ് ഷോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ആ കൊല്ലം ന്യൂ ഇയർ ഷോ ചെയ്തു ഹൈദരാബാദില്. M-Cube എന്ന് പറയുന്ന ബാൻഡ് കുറെ ആർട്ടിസ്റ്റുമായിട്ട് ഫീച്ചറിങ് ചെയ്യാറുണ്ട്. എത്ര ആർട്ടിസ്റ്റുമായിട്ട് ഫീച്ചർ ചെയ്തിട്ടുണ്ട്? ഏതെല്ലാം ആർട്ടിസ്റ്റുമായിട്ട് ഫീച്ചർ ചെയ്തിട്ടുണ്ട്? എണ്ണം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും. കുറേ ഓർമ്മയുള്ളവര് പറയാം. ജോബ് കുര്യൻ ഉണ്ട്, സച്ചിൻ വാര്യർ ഉണ്ട്, സൂരജ് സന്തോഷ് ഉണ്ട്, നേഹ നായർ ഉണ്ട്, അതുപോലെ ആനാമി ഉണ്ട്, ശക്തിശ്രീ ഗോപാൽ, ജ്യോതിലക്ഷ്മി ഷോ ചെയ്തിട്ടുണ്ട്. ഇത്രയും നാള് ചെയ്തതില് മറക്കാനാവാത്തൊരു ഷോ അല്ലെങ്കിൽ മനസ്സിന് ശരിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ഷോ എന്നുള്ളൊരു സംഭവം ഉണ്ടോ? ഏതെങ്കിലും ഒരു ഷോ പറയാണെങ്കിൽ മഞ്ചേരി ഭാഗത്ത് നമ്മളൊരു ആർക്കിടെക്ചർ കോളേജില് വെളുപ്പിന് അത് സ്റ്റാർട്ട് ചെയ്തത് 3.5 മണിക്കൂർ. സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് മഴ ക്രൗഡ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി അതിന്റെ വിഷ്വൽസില് ഒരു ഭൂരിഭാഗം നമ്മൾ ഫിത്തൂർ എന്ന് പറഞ്ഞ കവർ സോങ്ങില് യൂസ് ചെയ്തിരിക്കുന്ന ആ സോങ് നമ്മൾ യൂസ് ചെയ്യുന്ന അവരുടെ വിഷ്വൽസ് ഫുട്ടേജ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, പിന്നെ നമ്മുടെ സുസാറ്റ് തൃശ്ശൂർ, പിന്നെ നമ്മുടെ കൊല്ലം എനിക്ക് പൂയപ്പുള്ളിയായിട്ടില്ലേ ഇതുവരെയുള്ള ജേണി എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ എൻജോയ് ചെയ്തോ? ഇങ്ങനെയുള്ള ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ജേണി പറയുകയാണെങ്കിൽ നമുക്കറിയാം മുന്നേ അല്ലെങ്കിൽ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് പ്രശ്നം എല്ലാവരും പരിചയമുണ്ടാകും. മുന്നേ അറിയാറുണ്ട്. അപ്പൊ ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മള് അടിപൊളിയാണ്. അപ്പം മ്യൂസിക്കലി നമ്മുടെ ചിന്താഗതിയും ഒരേപോലെ തന്നെയാണ്. നമ്മള് കേൾക്കണ പാട്ട് എന്ത് കാര്യം നടന്നാലും അങ്ങനെ ഒരു കാര്യം കൂടി കിട്ടാം. ഒരു ബാൻഡ് എന്ന് പറയുമ്പോൾ പ്ലേയിങ് മാത്രമല്ല, നമ്മള് ടോക്ക് ചെയ്യുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും പിന്നെ ഈ മ്യൂസിക് ഉണ്ടാക്കാന്ന് പറയുന്നത് എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കാണല്ലോ. അപ്പൊ നമ്മള് സംസാരിക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവണം. കെമിസ്ട്രി ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് നല്ല അടിയാന്നൊക്കെ വിചാരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസം ഒരിക്കലും ജീവ ഒറ്റയ്ക്ക് എല്ലാവരും തീരുമാനം എടുക്കണം. എന്താണ് ഈ DJ അല്ലെങ്കിൽ നമ്മുടെ ബാൻഡിന്റെ മ്യൂസിക് ഒക്കെ ചെയ്തത് ആ രീതിയിലാണ്? അതൊന്നും പറയാമോ അതിനെ കുറിച്ച്? എനിക്കൊരു പ്രൊഡക്ഷൻസ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്, ലൈക് കവേഴ്സ് ആണ് പഴയതെല്ലാം. അപ്പൊ അത് പ്രൊഡ്യൂസ് അത് പ്രീ സമയത്തായിരുന്നു. പക്ഷെ പിന്നീട് ഞാനാണ് ഇതിനകത്തോട്ട് ഇൻവോൾവ് ആയിട്ട് വന്നത്. കാര്യം ഞാൻ കുറെ കൂടെ ഇപ്പൊ എനിക്ക് ആകാശം അല്ലെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരും റെഫറൻസ് ഇത് കേട്ടു നോക്ക്. എല്ലാ ദിവസവും ഞങ്ങള് പക്ഷെ അത് ഇവന്റെ സൈഡ് മാത്രമല്ല കേട്ടോ. ഇവൻ ഞങ്ങളുടെ ഇപ്പൊ ഞാൻ അധികം ഇലക്ട്രോണിക് മ്യൂസിക് കേൾക്കാത്ത ഒരാളാണ്. പക്ഷെ അങ്ങനെ ദേഷ്യ പ്രശ്നമൊന്നുമില്ല, കേൾക്കാത്താണ്. റെമിനും കുറച്ചുകൂടി റെമിനും ഇതിനൊക്കെ കുറച്ച് കേൾക്കുമായിരുന്നു. നമുക്കും അവൻ തരുന്ന റെഫറൻസ് നമുക്കും ഹെൽപ്ഫുൾ ആയി തുടങ്ങി. കാരണം അവനെ മനസ്സിലാക്കാൻ തുടങ്ങിയത് അതിലൂടെയാണ്. അപ്പൊ റെഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ച്വലി ബാൻഡ് ഇപ്പൊ ജോനെ ഇല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രോഗ്രസീവ് റോക്ക് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് റോക്ക് സാധനമാണ്. അപ്പൊ നമ്മളെല്ലാരും ചിന്തിച്ചത് അവന്റെ എലമെന്റ് കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോണിക്സിന്റെ എലമെന്റ് കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എക്സ്പെരിമെന്റ്സ് ആണ്. ശരിയാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രാക്ടീസ് സെക്ഷൻ, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടൈമിങ് അല്ലെങ്കിൽ എത്രത്തോളം ടൈം എടുക്കും? ഒരു ഷോ ബുക്കിംഗ് കിട്ടിയെന്ന് വിചാരിക്കുക, ഒരു ഷോ പിന്നെ ഡേറ്റിൽ ഫിക്സ് ചെയ്തു, അതിന്റെ പ്രാക്ടീസ് സെക്ഷൻ അപ്പൊ അതിന്റെ പ്രാക്ടീസ് സെഷൻ കാര്യങ്ങളൊക്കെ 5 മണിക്ക് പക്ഷെ 10 മണിയാവും. 10 മണിയാ. അല്ല, നമ്മള് എല്ലാ ഷോസിനും പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ പോകാറുണ്ട്. ഒരു ഷോ പോലും നമ്മള് ലാഘവത്തോടു കൂടി കണ്ട് പോയിട്ടില്ല. കുറച്ച് ക്രൗഡ് കൂടുതലുള്ള ഷോസ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോ ഒന്ന് സോങ് ലിസ്റ്റ് എല്ലാം മാറ്റാം. അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്പർ ഓഫ് ഡേയ്സ്. കാര്യം പുതിയ സോങ്സ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ അത് അറേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും.
അപ്പൊ അത് അറേഞ്ച് ചെയ്ത് നമുക്കിപ്പോ വെറുതെ ഒരു ബാൻഡ് ഇരുന്ന് അറേഞ്ച് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല, ഇവന്റെ എലമെന്റ്സ് വരണം. അപ്പൊ അതിന് കുറച്ച് ടൈം എടുക്കും, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് നമ്മുടെ പ്രാക്ടീസ്. നമ്മൾ കവർ ചെയ്യുമ്പോഴും ആ കവർ എങ്ങനെയാണ് ഇറങ്ങി ആ രീതിയിലല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ബേസിക്കലി കുറെ ബാൻഡ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും വേറെ വേറെ ഇത് ചെയ്യുന്നവരുണ്ട്, ഓൾമോസ്റ്റ് സെയിം സിമിലർ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്റ്റൈലിൽ ഒരു പാട്ട് ഞങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ആ സ്റ്റൈലിൽ സ്റ്റേജിൽ വായിക്കണമെന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓരോ പാട്ട് എടുക്കുമ്പോ അതിന് വേണ്ടിയുള്ള സമയം കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കവറിനൊക്കെ ഞങ്ങൾ 2 ദിവസമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സാധാരണ രീതിയിൽ നമ്മള് എല്ലാവരും ഫ്രീലാൻസ് മ്യൂസിഷ്യൻസ് പോകുമ്പോൾ ഒരു ദിവസത്തിൽ ഞങ്ങൾ 10-15 പാട്ടൊക്കെ വായിക്കുന്ന. ഒരു ഷോ കാണുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇതിനെ കുറിച്ച് അറിയാത്തൊരു വ്യക്തി കാണുമ്പോ ഇവൻ 2 മണിക്കൂർ വന്ന് നിന്ന് പാടുന്നു, കുറെ കാശ് മേടിച്ചിട്ട് പോകുന്നു, അങ്ങനെ ഒരു തോട്ട് സാധാരണക്കാരെ അങ്ങനെ എല്ലാവർക്കും കുറച്ച് പേർക്കുണ്ട്. അവർക്കും കൂടെ വ്യക്തമാകുന്ന രീതിയിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഈ സെലിബ്രിറ്റി സിംഗേഴ്സ് ഒക്കെ 3-4-5 പാട്ട് പാടുന്നതിന് ഇത്ര ലക്ഷം വാങ്ങിച്ചു പോകുന്നത്. ആ ഒരു തോട്ട് നല്ലൊരു ശതമാനം ആളുകൾക്കുണ്ട്. വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഒരു ഷോ ചെയ്യണമെങ്കിൽ ഒരിക്കലും നമ്മള് ഒറ്റയടിക്ക് വന്ന് സ്റ്റേജിൽ കയറല്ല ചെയ്യണം. അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഇപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സിംഗർ 5 ലക്ഷം മേടിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് അതിന് മുമ്പ് ഒരു കാര്യം ഉണ്ടായിരുന്നുണ്ടോ? മനസ്സിലായോ? ആള് വളരെയധികം അധ്വാനിച്ച് പണിയെടുത്താന്നൊരു കാര്യം ഉണ്ടാവും. അല്ലാണ്ട് ഒരിക്കലും ആൾക്കാർ സ്റ്റേജിലേക്ക് എത്താൻ പറ്റില്ല. ഇതുവരെ കേട്ടതിൽ ഏറ്റവും നല്ലൊരു കമന്റ് അല്ലെങ്കിൽ അത് ആരുടെ കയ്യിലായിരുന്നു ഒരു അപ്രീസിയേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടോ? ഷോ ബേസ് ചെയ്ത് ഷോ കഴിഞ്ഞിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എനിക്കൊരു ഓർമ്മ ഫസ്റ്റ് ടൈം ജോബേട്ടൻ ഫീച്ചർ ചെയ്യുമ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജില് ജോബേട്ടന്റെ മെയിൻ കാര്യത്തിൽ അങ്ങനെ പുള്ളിക്കാരൻ താല്പര്യമില്ലാത്ത കാര്യം. അപ്പൊ നമ്മളങ്ങനെ കുറെ സംസാരിച്ച് അവർ കോളേജൊക്കെ വരുന്നപ്പോ പുള്ളി ഒറ്റ പുള്ളി ഒന്നും മിണ്ടില്ല, അടിപൊളി കൊണ്ട് പോയി. ഷോ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ എന്താന്ന് വെച്ചാൽ പിള്ളേരെ ഇത്രയും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ വിചാരിച്ചില്ല. 100 ദിവസം ഞാൻ കാൽക്കുലേറ്റ് വന്നാൽ അപ്പൊ കുറച്ചുകൂടി ഫണ്ണാക്കായിരുന്നു എന്നുള്ളൊരു കമന്റ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഞാൻ ഭയങ്കര ജോക്കറില്ല. അപ്പൊ എനിക്കത് ഭയങ്കര, കാരണം ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഒരു വലിയൊരു കമന്റ് ആണ്. പിന്നെ പുള്ളിനെ കൊണ്ട് നമുക്കൊരാളെ കൊണ്ടും പുള്ളിനെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആളുടെ എനിക്ക് പിന്നെ മറ്റേ നമ്മുടെ കാലം ഇറങ്ങിയപ്പോ അതുപോലെ നമ്മുടെ വിനീത് ശ്രീനിവാസ് ആള് ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോ തന്നെ ആള് കോൾ ചെയ്ത് ഡയറക്റ്റ് വിളിച്ച് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. ആള് പുള്ളി അത് പേഴ്സണലി ഷെയർ ചെയ്യുകയും ചെയ്തു ഫേസ്ബുക്കില്. അത് എനിക്ക് ഭയങ്കര വലിയൊരു എന്താ പറയാ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ഒരു ഓൺ കമ്പോസിഷൻ അത്രയും പുള്ളി ഇങ്ങോട്ട് വിളിച്ച് അത് കേട്ടിട്ട് ഇങ്ങോട്ട് വിളിച്ച് അതിനെ അപ്രീസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു തുടുത്ത ആപ്പായിട്ട് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി. ഒരു കാര്യം പേഴ്സണലായിട്ട് കുറെ ആൾക്കാരെ ചോദിക്കാറുണ്ട് ജാസിസ്റ്റ് ആണോ ചോദിക്കാറ്. ജാസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഡ്രം തന്നെയാണ് അതിന് ഈ കലോത്സവത്തിൽ ട്രിപ്പിൾ ഡ്രം ജാസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. ജാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. ഇത് ഉദ്ദേശിക്കുന്ന ഡ്രമ്മാണ്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഈ കേരളത്തില് അറിയില്ല, പുറത്ത് എനിക്കറിയില്ല, ഈ ജാസ് വായിക്കുന്ന ആള് ഇതൊക്കെയാണ് നമ്മുടെ ഡ്രം വായിക്കുന്ന ആൾക്കാരെ പറയുന്നത്. ഭയങ്കര ചെറുപ്പത്തിൽ ഞാൻ ജോണറാണ്. അതെ, ഡ്രംസ് വായിക്കുന്ന ഡ്രമ്മർ എന്ന് പറയണ്ട. അല്ലാതെ ഒരിക്കലും പോകുമ്പോ അവിടെ നോട്ടീസിലിട്ടുണ്ടോ പിള്ളേരത് അങ്ങനെ പഠിക്കുകയാണ്. അതുപോലെ തന്നെ ബേസിനെ ബാസ് എന്ന് പറയുന്നത്
പക്ഷെ പൊതുവെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പൊതുവെ നമ്മുടെ മ്യൂസിക് സെൻസും എല്ലാം കുറെ കൂടി ഇമ്പ്രൂവ് ആയി ഭയങ്കര different ആയി. പണ്ട് ഇലക്ട്രോണിക് മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ എല്ലാവരും ഇലക്ട്രോണിക് മ്യൂസിക്കാണ് ആദ്യം കേൾക്കുന്നത്. പുതിയ ഇവോൾവ് ആയി വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ടേസ്റ്റ് മാറുന്നുള്ളതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു 10 കൊല്ലം മുമ്പത്തെ ഫിലിം സോങ് കേൾക്കുന്ന ആ ഒരു ഇതല്ല ഇപ്പോഴത്തെ ഫിലിം സോങ്ങുകളുടെ ടൈപ്പ് വ്യത്യാസമുണ്ട്. സൗണ്ടിങ്ങിലായാലും മൊത്തത്തിൽ വ്യത്യാസം. ഒരുപാട് ആ ഒരു ഇൻഡിപെൻഡന്റ് ഇൻഫ്ലുവൻസുകൾ കാര്യം അത് ഉണ്ടാക്കുന്ന മ്യൂസീഷ്യൻസ് കൂടുതലും ഇങ്ങനത്തെ സോങ്സ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർ സിനിമയിലേക്ക് ഫീൽഡിലുള്ളവരാണ് ഇപ്പൊ കൂടുതലും കൊമേഴ്ഷ്യൽ സൈഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ഇൻഫ്ലുവൻസ് ഇതിൽ വന്നു വരും. നല്ലതാണ് ആക്ച്വലി. കാര്യങ്ങൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പുതിയ പുതിയ അതായത് ആൾക്കാർക്ക് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണ് കൊണ്ട് കൊടുത്ത ആൾക്കാർ കേൾക്കില്ല. ഒരു സിനിമയിലത്തെ പാട്ടാണ് അതാണ് അവിടെയാണ് ഒരു ഡിഫറൻസ്. അപ്പൊ ആ ഒരു സംഭവത്തില് മാറി വരുന്നുണ്ട്. ഫിലിം സോങ് മാത്രമല്ല സോങ്സിനുള്ളത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി അവിയലേക്ക് നമ്മളിപ്പോ സംസാരിക്കുന്നത് അവിയലിന്റെ ആൽബം ഞങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവിയലിന്റെ നാട്ടുകാർ കേട്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം കുറവുണ്ടാവും. ബാൻഡ് എന്നല്ല ഏത് പാട്ട് കേൾക്കാനും ഒന്നും പാട്ടല്ലാത്ത പാട്ടുകൾ കേൾക്കാനാണ്. പിന്നെ നേരത്തെ അല്ലാതെ സിനിമ വന്നില്ല എന്ന് വെച്ച് കേൾക്കാണ്ട് പോയത്. ഫ്രീ ആയിട്ട് പാടാമോന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ബാൻഡിനെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. കാരണം നമ്മുടെ ഇപ്പൊ വെൽ നോൺ ബാൻഡ്സ് ആയ പോലും ഒരുപാട് ഇപ്പോഴും കോംപ്രമൈസ് ആയിട്ട് പോകുന്നവരുണ്ട്. കാര്യം ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മളൊരു സോങ് വെച്ച് ആൾക്കാരത് എൻജോയ് ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സോങ് ലിസ്റ്റ് ചേഞ്ച് അതോ ഒരു ബാൻഡ് മേള എന്നുള്ള സിറ്റുവേഷനിൽ നമ്മള് ചില സിറ്റുവേഷൻ ചെന്ന് പെട്ടിട്ട് നമ്മളിതുപോലെ സ്പോട്ടിൽ നമുക്ക് സോങ് ലിസ്റ്റുകൾ അധികം തയ്യാറാണ്. അല്ല മുമ്പ് അത് ഫ്രീലാൻസ് ബാക്ക്ഗ്രൗണ്ട് അത് നമ്മൾ കുട്ടികളെ വെച്ചേക്കും. നമ്മൾ നമ്മളൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്ന സമയം. അതായത് ആ സംഭവം നമ്മുടെ കീബോർഡിസ്റ്റ് പ്രൊഫസർ ആയിട്ട് ഇങ്ങനെ മനസ്സിലായി. അല്ല നേരെ എനിക്ക് അല്ല അതൊരു വൈബുണ്ടോ? അത് വേറെ വൈബുണ്ടോ? അല്ല എനിക്ക് ഇപ്പോൾ ഓർമ്മയുള്ളത് ഞാൻ പാട്ട് ആഷുവിന് ജിംകിമൽ പാടും. നമ്മൾ ഇതുവരെ ജിംകിമൽ വായിച്ചു. ആരും സോളോ ആയിട്ട് ഫ്രീലാൻസ് ആയിട്ടും വായിച്ചിട്ടില്ല. പ്രശസ്ത നേരെ തിരിഞ്ഞ് നമ്മൾ ഇത് അതുകൊണ്ട് സെറ്റ് ഗൂഗിൾ എടുക്കുന്നു ലിറിക്സ് എടുക്കുന്നു വൈബാണല്ലേ. നല്ല വൈബ്. അടുത്തത് നമ്മുടെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു സോങ് കാലം. കാലം ഒരു സെഷൻ സെറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുത്തു, അല്ലെങ്കിൽ എത്ര നാളെടുത്തു? പൈസ അതിന്റെ പിന്നിലെ എഫേർട്ട് അത് ഭയങ്കരമായിട്ട് കാലത്തിന്റെ സ്റ്റോറി പറയും. കാലം ഒരു വർഷത്തോളം എടുത്തു നമുക്ക്. ഒരു വർഷത്തോളം അതിന്റെ പിന്നാലായിരുന്നു കാലത്തിന്റെ പിന്നാലെ. അതിപ്പോ എനിക്കോവിന് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു റിമാർക്ക് നമുക്ക് ഈ ഫീൽഡിലുണ്ടെങ്കിൽ അത് ഈ കാലം എന്നുള്ളൊരു ഒരു പ്രൊഡക്ഷൻ യൂട്യൂബിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു നമുക്ക് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളിപ്പോ നോർമൽ കവസം അല്ലാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ എല്ലാ ബാൻഡുകളും ചെയ്യുന്ന ഒരു പാറ്റേൺ ബാക്കി ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കുറച്ച് സൗണ്ടിങ് കാര്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഓക്കെ. പക്ഷെ ഒരു ഒറിജിനൽ ഒരു ബാൻഡിൽ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല. ചെയ്താലും നമ്മുടെ ഉള്ളിലുള്ളത് ഞാൻ പറയാ ഉള്ളിലുള്ള മ്യൂസീഷ്യനെ ഉണർത്താൻ പറ്റുമെന്നൊക്കെ പറയില്ലേ, അത് അത്ര ക്രിയേറ്റിവിറ്റി. കാരണം നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. നമുക്ക് സീറോ എന്നാണ് തുടങ്ങുന്നത്. ഇപ്പൊ കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരാൾ ചെയ്തു വെച്ചിട്ടുണ്ട്, റെഫറൻസുകളുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല, സീറോ ഫ്രം സ്റ്റാർട്ട് ഫ്രം സീറോ. അപ്പൊ പിന്നെ നമ്മൾ ചിന്തിച്ച് ഓക്കെ ഇവിടെ ഒരു റിഫ് ഇവിടെ ഒരു ഡ്രം ആ ഒരു അതെ നല്ലൊരു എഫേർട്ട് ഉണ്ടായിരുന്നു. സൗണ്ട് അതിന്റെ ഓഡിയോ സൈഡ് കംപ്ലീറ്റ് ആള് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ആ ഉള്ളിൽ ഏത് പാതിരാത്രിക്ക്
ഡൗട്ട് ചോദിച്ചു വിളിച്ചാലും എല്ലാവരും എനിക്കൊന്നും എല്ലാവരും ഇതുവരെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആളാണ് ആദ്യം വിളിക്കുന്നത്. എന്തെങ്കിലും പ്രൊഡക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ അക്യൂസ്റ്റിക്കലി നമ്മള് മാത്രമല്ല തൃശ്ശൂരും അല്ല ഞാൻ സ്റ്റുഡിയോ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഒരു വീഡിയോ ക്യാമറ ആ ഒരു സെക്ഷനിലേക്ക് ഞങ്ങളെല്ലാവരും ഹൈക്കമാൻഡ് മെമ്പർ തന്നെയാണ് രണ്ട് കൃഷ്ണന്മാരാണ്. ബ്രദറാണ്. ഞങ്ങളുടെ എല്ലാവരും വേണ്ടൊരു കൺട്രോൾ കൃഷ്ണ നാളെ ആളുടെ പേരാണെങ്കിൽ നമ്മളൊന്ന് പിടിക്കും. വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് മറുത്തൊന്നും പറയാത്ത ഒരാളുള്ളത്. പറയാൻ അവകാശമുള്ളതും എന്നാ അധികാരമുള്ളതായിട്ടുള്ള മനുഷ്യൻ. അല്ല അവൻ തന്നെയാണ് നമ്മളെ ശരിക്കും കൊറേ കാര്യങ്ങളിലും കൊറേ തെറ്റുകള് ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങളെക്കാളും കൂടുതൽ ക്യൂരിയസ് ആയിട്ടുള്ള ആകാശ് ഇപ്പോഴും എവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതെ ആകാശം അന്ന് പഠിപ്പിച്ചു ഇന്നും പഠിപ്പിക്കുന്നു. പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ ഞാനല്ല അങ്ങനെ ഇരിക്കുന്നുള്ളൂ. എത്ര നിങ്ങൾ കുറെ മൂവീസിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൂവീസ് അല്ല സീരിയസ്ലി അങ്ങനെ കുറെ മൂവീസ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഇറങ്ങിയ ഈ ആഴ്ച ഇറങ്ങിയ സാജൻ ബേക്കറി എന്ന് പറഞ്ഞ സിനിമയില് സ്കോർ വായിച്ചിട്ടുണ്ട്. 2 പാട്ട് വായിച്ചിട്ടുണ്ട്. ഒരു പാട്ട് റിലീസ് ചെയ്തു. മലയാളം അതാണ്. പിന്നെ ഉണ്ടാവാൻ പോയി വായിച്ചത്. ആകാശത്തിന്റെ ഉണ്ടാ ഞങ്ങൾ വിളിക്കാറ്. പിന്നെ ഞാൻ പ്രശാന്ത് പിള്ളയെ വായിക്കുന്നത്. സച്ചിമാരുടെ മൂവിയിലാണ് ഞാൻ ഫസ്റ്റ് ഒരു സിനിമയ്ക്ക് വേണ്ടി വായിക്കുന്നത്. കന്നഡ മൂവിയായിരുന്നു. കഥകൊണ്ട് ശുരുവാക്കിയത്. അതായിരുന്നു ഫസ്റ്റ് മൂവി. അത് കഴിഞ്ഞ് ഞാൻ പ്രശാന്ത് പിള്ള പ്രശാന്ത് പിള്ള സാറിനെ മീറ്റ് ചെയ്തു. പുള്ളി വഴിയാണ് ഞാൻ പുള്ളിക്കുള്ള കുറെ ലാംഗ്വേജുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ലാംഗ്വേജ് ഓരോ സിനിമ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ സിനിമകൾ വായിച്ചിട്ടുണ്ട്. കുറെ സിനിമ അല്ല, കുറെ ലാംഗ്വേജ് എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. അതുപോലെ തന്നെ ഈ കാലം ഷൂട്ട് ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ എവിടെന്നായിരുന്നു? ആരായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഒറിജിനലാണ്. അപ്പൊ അതില് നമ്മൾ ഒരു കാരണവശാലും എന്റെ സൈഡില് എനിക്ക് ഒരു രീതിയിലും അതിന് പ്രശ്നമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരരുത് എന്നുള്ള രീതിയിൽ തന്നെ നമ്മള് ഇത്. അപ്പൊ അതിന് കുറച്ച് അധികം നമ്മളോട് കൊടുത്തു. നമുക്ക് കാലം ഒന്ന് കേട്ടാലോ? എല്ലാവരും കാലം അങ്ങനത്തെ ഒരു സെഗ്മെന്റിലോട്ടാണ് ഇന്റർവ്യൂവിന് മാത്രം കൂട്ടത്തില് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഞാനായിരിക്കും. നമ്മുടെ ഫ്രഷേഴ്സ് ഇവിടെ ഇല്ല. പോസ്റ്റ്മാൻ
ഏറ്റവും കൂടുതൽ പോസ്റ്റ് സംശയമില്ല. വെറുതെ 2 മണിക്കൂർ 3 മണിക്കൂർ പോസ്റ്റ്. നെക്സ്റ്റ് വട്ടം നല്ലവനായ ഉണ്ണി നല്ലവനായ ഉണ്ണി കൂട്ടത്തിലുണ്ടോ? കോഴി ഇതിനല്ല ഞാൻ പറയാം എല്ലാവരും കോഴികളാണ്. ഇതിനല്ല കോഴി ഞാനാണ്, എന്റെ മക്കളാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള അങ്ങനെയില്ല, എല്ലാവരും അല്ല ജിയോ ജിയോയോ? അല്ല അല്ല സംഭവം പറയാം, ജിയോ പെർഫെക്ഷന് നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ആവണില്ല. ആകാശ് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് ആവണ്ടോ പ്രാക്ടീസ് മാൻ ജിയോ ഞങ്ങളെക്കാളും കൂടുതൽ സെലിബ്രിറ്റി പ്രഷ്യസ് ആണ്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോ നമ്മള് ആകാശിനെ പറയും. സൗത്ത് ഇന്ത്യ വേണോ നോർത്ത് ഇന്ത്യ വേണോ? തിരുവനന്തപുരം, അങ്കമാലി, കാസർഗോഡ്, കർണാടക സത്യം ഡിസിപ്ലിൻ ആയിട്ടുള്ളത് ഡിസിപ്ലിൻ ഓൺ ടൈം എല്ലാം ലോകം പ്ലസ് നെക്സ്റ്റ് വട്ടം ടെൻഷൻ മാൻ ഓ ജിയോ തീറ്റപ്പണ്ടാകും. അത് ജോയാണ്. അത് ജോന ആക്രാന്തുണ്ട്. റെമിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിരിക്കണം. ഇല്ല, റെമിൻ ഒന്നും ചെയ്യില്ല. എന്റെ ചോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെമിൻ അതുള്ള സത്യം പറയാം. എനിക്ക് സത്യം പറയാൻ ഭയങ്കര സ്വീറ്റ് ഏറ്റവും കൂടുതൽ. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിനോട് ഒരു ആക്രാന്തമില്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കില്ല. ഹോട്ടലില് പുറത്ത് പോയിട്ട് കഴിക്കാൻ ഇത്രയും ഭ്രാന്തുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. വീട്ടിൽ എത്ര നല്ല ഭക്ഷണം കിട്ടിയാലും കഴിക്കില്ല. പുറത്തുനിന്ന് ആ ഭക്ഷണം മേടിച്ച് കഴിച്ചാൽ നീ അടുത്തല്ലേ ജയിച്ചു കൂട്ടത്തിൽ നെക്സ്റ്റ് വട്ടം ചളിയൻ. ഏറ്റവും നല്ല പെർഫോമർ എല്ലാരും നല്ല പെർഫോമൻസ്. ജിയോ ജിയോ എന്റെ പെർസ്പെക്ടീവ് ജിയോ ജിയോ ആണ്. ജിയോ നെക്സ്റ്റ് വട്ടം ജിയോ ഓഫ് കോഴ്സ് ജിയോ. അതെ, ജിയോ മാത്രമൊന്നല്ല കേട്ടോ, എല്ലാരും ഒന്നും പറയണ്ട. കാണും ചെയ്യാം. ഫെസ്റ്റിവല് കാണാൻ പോയപ്പോൾ ഞങ്ങളെല്ലാരും ആഘോഷിക്കാൻ പോകുന്ന ഒരാള് എയർപോർട്ടില് ലാപ്ടോപ്പ് അഡിക്റ്റ് തള്ളിസ്റ്റ് ഇന്നിവിടെ വന്നപ്പോ നമ്മളെ തള്ളി മറച്ചിട്ടാണ് തുടങ്ങിയത്. 10 വർഷം പഠിക്കും. കോട്ടയംകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ കാമുകിമാരുടെ കാമുകൻ ആകാശ്. ചതിക്കല്ലേ? ഞാൻ ഏറ്റെടുത്തു. സെക്ഷൻ കഴിഞ്ഞുട്ടോ. നീ ഞാൻ സീരിയസ് ആയിട്ട് കഴിഞ്ഞില്ല. ഈ ബാൻഡിന് ഒരു ഡ്രീം സ്റ്റേജ് ഉണ്ടോ? ഏതെങ്കിലും ഒരു ഡ്രീം സ്റ്റേജിൽ പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട്? എനിക്ക് തോന്നുന്നു ഡ്രീം സ്റ്റേജിന്റെ അപ്പുറം ഡ്രീം സിറ്റുവേഷൻ ആണ്. അതെ, ഞാൻ പറയാൻ പറ്റില്ല. ഡ്രീം സിറ്റുവേഷൻ സ്റ്റേജ് ഇറങ്ങി ഇന്ന സ്റ്റേജ് എന്നുള്ളതല്ല നമ്മുടെ ഒരു ഒരു ലെവൽ, ആ ലെവൽ അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. ആ ലെവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളൊരു ഷോ 25 ലക്ഷം അങ്ങനെ പൈസ ഞങ്ങളുടെ പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരു ക്രൗഡ്. ഞാൻ പറയും, ഇന്ത്യയില് അത്യാവശ്യം വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ NSO എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ വായിക്കാൻ. പോയിന്റ് നമ്മുടെ സ്വന്തം പാട്ടുകൾ കേൾക്കാൻ ആൾക്കാർ ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് എത്ര ചെറുതാണോ എത്ര വലുതാണോ എന്താണോ കോപ്പറേറ്റീവിനാണോ എന്താ വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ എംക്യൂബിന്റെ എക്സ്ക്ലൂസീവ് ഷോ
ആ ഷോയില് MQനെ കേൾക്കാനായിട്ട് വരുന്ന ഒരു ക്രൗഡ്, ആ ക്രൗഡിന് മുമ്പിൽ പെർഫോം ചെയ്യാം. പുതിയ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്ങിലുണ്ട്? ഒരുപാടുണ്ട്, പെൻഡിങ്ങിന് കിടക്കുന്നു. 25% സോങ് ഉണ്ട്, 40% സോങ് ഉണ്ട്, 80% സോങ് ഉണ്ട്. എത്ര സോങ് ഉണ്ട് ടോട്ടൽ? അഞ്ചെണ്ണം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യാമെന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന സോങ്സ്. ഇതാണ് നമ്മുടെ MQ ബാൻഡ്. അപ്പൊ ഇവരുടെ എല്ലാ സോഷ്യൽ മീഡിയ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഇവരെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ കിടലും വീഡിയോസുമായിട്ട് ഞാൻ ഇനി വരുന്നതാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.